നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയെ വട്ടം കറക്കി കാക്കകൾ. സൗദി അറേബ്യയിൽ വിരുന്നെത്തിയ ഇന്ത്യൻ കാക്കകൾ മടങ്ങുന്നില്ല. ഇതോടെ പരിസ്ഥിതി വകുപ്പ് ആകെ അങ്കലാപ്പിലാണ്. ഒരു നിയന്ത്രണത്തിനൊരുങ്ങുകയാണ് പരിസ്ഥിതി വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ തീരനഗരമായ ജിസാനിലും ഫറസാൻ ദ്വീപിലും കുടിയേറിയ ഇന്ത്യൻ കാക്കകൾ, ഈ കാക്കകളാണ് അവിടെ നിന്ന് മടങ്ങാതെ സൗദി അറേബ്യയെ വട്ടം ചുറ്റിക്കുന്നത്. ഇവയുടെ എണ്ണം പെരുകുകയാണ്. മാത്രമല്ല, ശല്യം വർദ്ധിക്കുകയാണ്. ഇതോടെ അധികൃതർ നിയന്ത്രണ നടപടിക്ക് സജ്ജമാവുകയാണ്. കാക്കകളുടെ എണ്ണം ഉയർന്നതോടെ മേഖലയിൽ ചെറുജീവികളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞതായും കണ്ടെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, കാക്കകൾ ഈ ചെറു പ്രാണികളെ മുഴുവൻ കഴിക്കുന്നു. ഇത്തരത്തിൽ പല ജീവികളും അപ്രത്യക്ഷമാകുന്നു. ഇതും ഒരു കണ്ടെത്തലായിട്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുകയാണ് കാക്കകളുടെ ഈ ഒരു മടങ്ങിപ്പോകാത്ത ഈ ഒരു സാഹചര്യം. കാക്കകളുടെ എണ്ണം നിയന്ത്രിക്കണമെന്ന തീരുമാനത്തിലാണ് വനം പരിസ്ഥിതി വകുപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും സൗദി അറേബ്യയിൽ കാക്കകൾ, അതായത് വിരുന്നിനെത്തിയ ഇന്ത്യൻ കാക്കകൾ മടങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി വകുപ്പ് ആകെ അങ്കലപ്പിലാണ്. അതുപോലെ നിയന്ത്രണത്തിനൊരുങ്ങുകയാണ് പരിസ്ഥിതി വകുപ്പ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം സൗദി അറേബ്യയെ കാക്കകൾ വട്ടം ചുറ്റിക്കുകയാണെങ്കിൽ ഒരു കരടി ഒരു വിമാനത്തിലുള്ള യാത്രക്കാരെ മുഴുവൻ അങ്കലാപ്പിലാക്കിയ ഒരു സംഭവം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എയർലൈന് തലവേദനയായി മാറിയത് ഒരു കരടിയാണ്. കരടി കാരണം വിമാനം വൈകി പുറപ്പെട്ടു. ഈ സാഹചര്യത്തിൽ യാത്രക്കാരോട് ക്ഷമാപണം നടത്തി വിമാന കമ്പനി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടെർമിനൽ 2-ൽ നിന്ന് യാത്ര പുറപ്പെടേണ്ട വിമാനമാണ് വൈകിയത്. വിമാനത്തിലെ കാർഗോ ഹോൾഡിൽ നിന്നും കരടി പുറത്തു ചാടുകയായിരുന്നു. ബാഗ്ദാദിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രാ വിമാനത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇറാഖ് എയർലൈൻസിന്റെ വിമാനത്തിലെ കാർഗോ ഹോൾഡിൽ നിന്ന് കരടി കുഞ്ഞ് പുറത്തു ചാടുകയായിരുന്നു. വിമാനത്തിലെ കാർഗോയിൽ നിയമപരമായി കൊണ്ടുവരികയായിരുന്ന കരടിയെ കൂട്ടിലടച്ചാണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അബദ്ധവശാൽ പുറത്തു ചാടുകയായിരുന്നു കരടി. ദുബായ് വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ കരടി കൂട് പൊളിച്ച് പുറത്തേക്ക് തലയിട്ടു. ഇതോടെ യാത്രക്കാരും ജീവനക്കാരും പേടിച്ചു. വിമാനത്തിൽ വെച്ച് കരടിയെ മയക്കിയ ശേഷം വിമാനത്തിൽ നിന്ന് പുറത്തിറക്കാൻ ജീവനക്കാർ UAE അധികൃതരുമായി ഏകോപിപ്പിച്ചിരുന്നു. തുടർന്ന് മയക്കിയ ശേഷമാണ് കരടിയെ കൊണ്ടുപോയത്. ഇതേ തുടർന്ന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഇതേ വിമാനത്തിന്റെ ഇറാഖ് തലസ്ഥാനത്തേക്കുള്ള മടക്കയാത്ര വൈകി. കമ്പനിയുടെ നിയന്ത്രണത്തിന് അതീതമായ കാരണങ്ങൾ കൊണ്ട് ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ദുബായ് എയർപോർട്ടിലേക്കുള്ള വിമാനത്തിലെ യാത്രക്കാരോട് ഇറാഖി എയർലൈൻസ് കമ്പനി ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു എയർലൈൻ അതിൻ്റെ വെബ്സൈറ്റിൽ പ്രസ്താവനയിലൂടെ അറിയിച്ചത്. അധികൃതർ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ജീവിയെ കൊണ്ടുവന്നതെന്നും അപ്രതീക്ഷിതമായാണ് സംഭവം ഉണ്ടായതെന്നും പ്രസ്താവനയിൽ പറയുന്നു. കരടി പുറത്തിറങ്ങിയ ചിത്രങ്ങളും വീഡിയോകളും യാത്രക്കാരിൽ ചിലർ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സംഭവത്തിൽ ഒരു മൂർഖൻ പാമ്പ്, അതും വിമാനത്തെ ആകെ മൊത്തം അങ്കലാപ്പിലാക്കി. കോക്പിറ്റിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇടുപ്പിൽ തണുപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴായിരുന്നു പൈലറ്റ് പാമ്പിനെ കണ്ടത്. വോസ്റ്ററിൽ നിന്ന് നെൽസ്ട്രേപ്പിറ്റിലേക്കുള്ള യാത്രാമധ്യയാണ് പൈലറ്റിന്റെ സീറ്റിന് കീഴിൽ മൂർഖൻ ഇനത്തിൽപ്പെടുന്ന പാമ്പിനെ കണ്ടെത്തിയത്. കുപ്പിയിൽ നിന്ന് വെള്ളം പുറത്തു പോകുന്നെന്ന് ആദ്യം കരുതിയത്. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പാമ്പാണെന്ന് മനസ്സിലായതെന്ന് ദക്ഷിണാഫ്രിക്കൻ പൈലറ്റ് റുഡോൾഫ് എറാസ്മസ് പ്രതികരിച്ചിരുന്നു. എന്തായാലും കാക്ക, അതുപോലെ തന്നെ കരടി, അതുപോലെ തന്നെ മൂർഖൻ പാമ്പ്, ഇങ്ങനെ മൃഗങ്ങൾ സൗദി അറേബ്യ ആയാലും ഗൾഫ് രാജ്യങ്ങളായാലും വിമാനത്തിനുള്ളിലായാലും ഇത്തരത്തിൽ അങ്കലാപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് പല സംഭവങ്ങൾ നാം കേട്ടിരിക്കുന്നു. അതിനിടയിലാണ് കാക്കയുടെ ഈ ഒരു സംഭവം കൂടി പുറത്തു വന്നിരിക്കുന്നത്.